നമസ്കാരം, കോക്ടെയിലേക്ക് ഏവർക്കും സ്വാഗതം. തലശ്ശേരി സംഭവത്തിൽ UDF നേതാക്കൾക്ക് ചോര തിളച്ച് ഒരു പരുവുമായിട്ടുണ്ട്. നേതാക്കളുടെ കുണ്ഠിതം സഭയിൽ ഇന്ന് ഗംഭീര പെർഫോമൻസായി അവതരിപ്പിക്കപ്പെട്ടു. കോൺഗ്രസ്സുകാരായ പെൺകുട്ടികളെ കോൺഗ്രസ്സാണ് വേഷം കെട്ടിച്ച് നാടകം കളിപ്പിച്ചതെന്നാണ് ഇതുവരെയും ഉണ്ടായിരുന്ന കിംവദന്തി. എന്നാൽ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബും മാണി സാറുമൊക്കെ ഈ നാടകത്തിൻ്റെ അണിയറയിലും അരങ്ങിലും സമഗ്ര സംഭാവനകൾ നൽകി നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. ഇവിടെ പറഞ്ഞു പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്നുള്ളത്. പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയല്ല, കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഇവിടെ പ്രതിപക്ഷത്ത് ഉള്ളത്. പ്രാരംഭത്തിൽ തന്നെ പരാതിയുമായി വരുന്നവർ, അത് ദളിത് സ്ത്രീകളാണെങ്കിൽ പോലും, കയ്യിൽ കൈക്കുഞ്ഞുണ്ട് എങ്കിൽ പോലും യാതൊരുവിധ ദാക്ഷിണ്യവും കാണിക്കുകയില്ല. അവരെ വരെ ഭരണസ്വാധീനം കൂടി ആയപ്പോൾ ജയിലിലേക്ക് അയക്കും എന്ന ഒരു സമീപനമാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അക്രമിയോടോ കൊലയാളിയോടോ അല്ലെങ്കിൽ ഒരു പുരുഷനോടോ എടുക്കുന്ന സമീപനം ഇവരോട് എടുക്കാൻ പാടില്ലായിരുന്നു. കൂട്ടുമാക്കൽ സംഭവം തെളിയിക്കുന്നത് ഇവിടെ റൂൾ ഓഫ് ലോ, നിയമവാഴ്ച തകർന്നിരിക്കുന്നു എന്നുള്ളത്. നമ്മൾ നിയമവാഴ്ച തകർന്നാൽ പിന്നെ എല്ലാം തകർന്നു, അതാണ് ഇവിടെ കാണുന്നത്. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 2 പെൺകുട്ടികൾ അവർ സ്വമനസ്സാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതെന്താ, സ്വാഭാവികമല്ലേ എന്നാണ് ചോദ്യം. സംഭവിച്ചതെന്താ, ഈ പെൺകുട്ടികളോട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വാ, നിങ്ങൾക്ക് ജാമ്യത്തിൽ നിന്ന് ഞങ്ങൾ വിടാം എന്ന് പറഞ്ഞ് നിരുപദ്രവമായി ഞങ്ങൾ ഒരു കുഴപ്പമില്ല പോലീസ് സ്റ്റേഷനിൽ വാ എന്ന് പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു വരുത്തി അവരെ ജയിലിലടച്ചപ്പിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ കരുതി ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാണി സാറൊക്കെ എത്ര വർഷം മന്ത്രിമാരായിരുന്നവരാ, ശ്രീ കുഞ്ഞാലിക്കുട്ടി ഇരുന്നതാണ്. ഞാൻ 2 തവണ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു പാർട്ടി സെക്രട്ടറിയുടെ പ്രസംഗമായിരുന്നു. സാധാരണ ഇങ്ങനെയല്ല ഞങ്ങളെ പ്രകോപിപ്പിക്കുക പുള്ളി അദ്ദേഹം ചെയ്തത്. ഇങ്ങനെയല്ലല്ലോ മറുപടി പറയേണ്ടത്. ഒരു സംഭവം ഉണ്ടായാൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അദ്ദേഹം തന്നെ പ്രതിപക്ഷത്തെ ആക്രമിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതെ, ഇങ്ങനെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നാടകങ്ങൾ ചിലപ്പോൾ പൊട്ടിപ്പോയെന്ന് വരാം. മാണി സാറിനെതിരെ സർക്കാരിലെ ചിലർ നടത്തിയ നാടകത്തിൻ്റെ ക്ലൈമാക്സ് ഇപ്പോഴും നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെയാകുമോ ഈ തലശ്ശേരി നാടകവും എന്നാണ് അറിയേണ്ടത്. സോളാർ കമ്മീഷൻ്റെ തെളിവെടുപ്പിൽ നിരവധി എപ്പിസോഡ് പിന്നിട്ട സരിതയുടെ സീരിയൽ നിറഞ്ഞ പ്രേക്ഷക പ്രീതിയോടെ മുന്നേറുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വിസ്താര എപ്പിസോഡ് പ്രേക്ഷകരെ ഏറെ ഉദ്വേഗഭരിതരാക്കിയത്രേ. കാരണം കമ്മീഷന് മുന്നിൽ സരിത പൊട്ടിക്കരയുന്ന രംഗം വൻ റേറ്റിംഗ് ആണ് സരിതയുടെ സീരിയലിന് ഉണ്ടാക്കി കൊടുത്തത്. ഇല്ല, ഇന്ന് കൊടുത്തിരുന്നില്ല. കാര്യം ഞാൻ വന്നത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഞാൻ ഇന്നലെ രാത്രി ആലപ്പുഴ തങ്ങിയിട്ട് നേരെ ഇവിടേക്കാണ് വന്നിരുന്നത്. ശരിക്കും ഇന്ന് വരാനുള്ളൊരു ചാൻസിലല്ല വന്നത്. 2-3 ദിവസത്തിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഞാൻ മുഖാന്തരമായിരിക്കില്ല, അഭിഭാഷകൻ മുഖാന്തരം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാമെന്നുള്ള ഒരു ഇതിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് കൊടുത്ത ക്വസ്റ്റ്യൻസിനെ ചൊല്ലിയിട്ടുള്ള ക്രോസിംഗ് ആയിരുന്നു. ഇപ്പം ഓൾമോസ്റ്റ് എൻ്റെ ക്രോസ് ഓവറായിട്ടുണ്ട്. ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം കമ്മീഷനിൽ പറഞ്ഞിട്ടുണ്ട്. സോളാർ കമ്മീഷൻ സ്വാഭാവികമായിട്ടും എനിക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടാമത് സ്വാഭാവികമായിട്ടും നമ്മൾ പാസ്റ്റ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. അത്ര കംഫർട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പഴയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു പ്രഷർ നമുക്കുണ്ടാവും. അതിൽ കടന്നു പോയതുകൊണ്ടുണ്ടായ അത് സ്വാഭാവികമാണല്ലോ. ക്രോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലയൻസിനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്നേ നോക്കുള്ളൂ. അപ്പം അതുകൊണ്ട് അതിൽ ഞാൻ ഭയന്നിട്ടൊന്നുമല്ല. പക്ഷേ എന്നാലും നമ്മളത് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ആ സാഹചര്യങ്ങളിൽ നമ്മൾ തിരിച്ച് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന
എല്ലാവർക്കും ഉണ്ടാകാമായിരിക്കും. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ല. കാര്യം ഞാൻ കറക്റ്റായിട്ട് ഞാൻ എന്താണോ സംസാരിച്ചത് അത് തന്നെയാണ്. പിന്നെ അവർ തന്നെയാണ് ഒന്നും ചോദിക്കാതിരുന്നത്. അവർ ഈ ഭാഗങ്ങളിലൊക്കെ അൺടച്ച്ഡ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ ചോദിച്ചതെല്ലാം സജസ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും അതിൻ്റെ ഡെപ്തിലോട്ട് കയറിയ ഒരു ക്വസ്റ്റ്യൻസ് എനിക്ക് അധികമായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പം ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയതുകൊണ്ട് അതിൻ്റെ വിവരങ്ങൾ എനിക്ക് പുറത്തു പറയാൻ പെർമിഷൻ ഇല്ല. എനിവേ അവരുടെ ചോദ്യങ്ങളൊന്നും എനിക്ക് നേരിടാൻ പ്രയാസം അനുഭവപ്പെട്ടില്ല. പക്ഷേ നമ്മൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പറ്റിയ ചതിവുകളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മെൻ്റൽ സ്ട്രെയിൻ ഉണ്ടാവും. അത് ഞാൻ ഫീൽ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. തിരുവഞ്ചൂർ സാറ് ആളാകെ മാറിപ്പോയി. എന്തൊക്കെയാണ് ടിയാനെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സഭയിൽ എന്തായിരുന്നു തിരുവഞ്ചൂർ സാറിൻ്റെ ഒരു പെർഫോമൻസ്. കോൾമയിർ കൊണ്ടുപോയി. ഇതാ കണ്ടു നോക്ക്. സാറേ, അഞ്ജു ബോബി ജോർജ് എന്ത് കുറ്റമാ ചെയ്തത്? അഞ്ജു ബോബി ജോർജ് ചെയ്ത കുറ്റമെന്ത് എന്ന് പറയട്ടെ. എനിക്ക് തോന്നുന്നത് CP ജയരാജ പറഞ്ഞത് ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങയുടെ ഏറ്റവും അവസാനത്തെ പ്രസ്താവന വരെ. സർ, എങ്കിൽ പിന്നെ ലോകമാദരിക്കുന്ന അഞ്ജു ബോബി ജോർജിനെ ഇങ്ങനെ നമ്മൾ ഫുട്ബോൾ അടിക്കണമായിരുന്നോ? അങ്ങ് അടിച്ചത് കൊണ്ടൊരു ഗുണം കിട്ടി. അവർക്ക് ഡൽഹിയിൽ ഇപ്പോൾ ഒരു ആയിക്കോട്ടെ, 2 മിനിറ്റ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ 1 മിനിറ്റ് കളഞ്ഞു. സർ, ഇവിടെ അഞ്ജു ബോബി ജോർജ് അസഹിഷ്ണുത കാണിക്കാമോ? സർ, സെൻകുമാർ DGP അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹത്തോട് അസഹിഷ്ണുത കാണിച്ചത്? സാർ, ഈ കേരളം ഇത് പലരെയും കണ്ടതാണ്. സർ, CP ഭരിച്ച നമ്മുടെ ഈ തിരുവിതാംകൂറും ഇവിടെ എന്നാ പിന്നെ അങ്ങനെയാവട്ടെ. അങ്ങനെയാണെങ്കിൽ ആകട്ടെ. ഇല്ല, അത് നിയന്ത്രിക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. ഞാൻ എന്നെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരെ ആര് കൺട്രോൾ ചെയ്യും? സാർ, അവരെ ആര് കൺട്രോൾ ചെയ്യും? ഒരു നിയമസഭ അംഗം സാർ, ഞാനിവിടെ ഓടിളക്കി വന്നതല്ലെന്ന് പറയുന്ന പഴയ ശൈലിയാ. സാർ, 2011 എനിക്ക് കിട്ടിയ ഭൂരിപക്ഷം 711. അതിന്റെ 50 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഞാൻ ഈ നിയമസഭയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി ആ കാര്യം അങ്ങ് എന്നോട് പറയരുത്. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയറിന് സമയം കൊടുക്കാൻ പറ്റില്ല. എന്തോ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയറിന് സമയം കൊടുക്കാൻ പറ്റില്ല. ആർക്കാ കൊടുക്കുന്നത്? 10 സംരക്ഷണം ഉള്ളത് 6ഉം 4ഉമായി കീറി മുറിക്കുന്നതാണോ പിന്നെ കൊടുക്കുന്ന സംരക്ഷണം? സാർ, ശരിയാണോ അത്? സാർ, പറയാതിരുന്നതല്ല. അങ്ങ് ദയവായി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത്. അങ്ങേ ആദരിച്ചുകൊണ്ട് എല്ലാവരും പറഞ്ഞു സൗമ്യതയുടെ മുഖഭാവം. ഞാനത് ആവർത്തിക്കുന്നു, സൗമ്യതയുടെ മുഖഭാവം. അതുകൊണ്ട് ധിക്കാരത്തിന് ചിറക് വെച്ച മാതിരി ഇവിടെ അഹന്തയുടെ മഹാരാജാക്കന്മാരായി ആരും ഈ കേരളത്തിൽ വാടിയിട്ടില്ല എന്നോർമ്മിപ്പിച്ചുകൊണ്ട് തിരുവഞ്ചൂർ സാറിൻ്റെ സഭയിലെ ഈ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മുടെ കെ സുധാകരൻ്റെയൊക്കെ ഒരു പെർഫോമൻസ് ആണ് മനസ്സിലേക്ക് വരുന്നത്. ആ ഒരു എനർജി, ആവേശം. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? ആവേശം കാണിച്ച് ആശാൻ ഇപ്പോൾ ജയിലിൽ പോകേണ്ട അവസ്ഥയായി. തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ട് ചെയ്യാൻ അണികളെ പ്രേരിപ്പിച്ചതിന് കോടതി സുധാകരനെതിരെ കേസെടുക്കാൻ പറഞ്ഞു കളഞ്ഞു. പ്രതീക്ഷിക്കുന്നത് അർത്ഥശങ്കക്കിടയില്ലാതെ വിധം പറയാ, ആരും പുറത്തു പറയണ്ട. 90-ന് മുകളിൽ നിങ്ങൾ പോളിംഗ് പെർസെന്റേജ് എത്തിക്കണം. അതാണ് നിങ്ങളുടെ ടാർഗറ്റ്. 54 മുതൽ 76 വരെയാണ് ഈ പഞ്ചായത്തിലെ പോളിംഗ് പെർസെന്റേജ്. 73.5 മാക്സിമം. ബാക്കി വോട്ട് ഇവിടെ പോകുന്നു. നമ്മൾ ഉള്ള വോട്ട് ചെയ്ത് നമ്മൾ 80-ലേക്ക് 90-ലേക്ക് എത്തുന്നില്ല എങ്കിൽ രാഷ്ട്രീയ രംഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തരുന്ന ടാർഗറ്റ് 90%. ആ 90% ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ചെയ്തത് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ മരിച്ചവൻ വോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും പടച്ചോൻ അങ്ങനെ അയക്കുന്ന ആൾ ഇവിടെ വന്ന് വോട്ട് ചെയ്യണം. നാട്ടിലില്ലാത്തവൻ അവിടെ വോട്ട് ചെയ്യുമെങ്കിൽ ഇവിടെയും കൗണ്ടർ ടിറ്റ് ഫോർ ടാക്സ്, ഐ ടു ഐ ഹാൻഡ് ടു ഹാൻഡ് ഒരു യുദ്ധത്തിനതാണ്.